റുഖയ്യ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ മകളാണ്. നബിതങ്ങൾക്ക് 33 വയസ്സ് പ്രായം ഉണ്ടാകുന്ന സമയത്താണ് റുഖയ്യ ബീബി ജനിക്കുന്നത്. ആരാണ് ഉമ്മ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിക്ക് 40ാമത്തെ വയസ്സിൽ വഹി കിട്ടുമ്പം അവർക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 7 വയസ്സായിട്ടുണ്ടാവും. 7ാമത്തെ വയസ്സിൽ സ്വന്തം ഉമ്മാന്റെ കൂടെ അവരും ഇസ്ലാമിൽ പ്രവേശിക്കുന്നുണ്ട്. ആദ്യം റുഖയ്യയും അനിയത്തി ഉമ്മു കുൽസൂമിനെയും റളിയല്ലാഹു അൻഹുമ വിവാഹം ചെയ്യുന്നത് അബൂലഹബിന്റെ 2 ആൺമക്കളാണ്, ഉത്ബയും ഉത്തൈബയും. വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ കരാറ് നടന്നു, അഖ്ദ് നടന്നു, പക്ഷെ വീട് കൂടിയിട്ടില്ല, കാരണം ചെറിയ പ്രായത്തിലുള്ള കുട്ടികളായുണ്ട്. പക്ഷെ തബത് യദാ അബീ ലഹബ് എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ അബൂലഹബും ഭാര്യ ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറയുന്ന വൃത്തികെട്ട സ്ത്രീ, ഇവർ രണ്ടുപേരും ആൺമക്കൾ എടുത്തു വന്നിട്ട് നിർബന്ധപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നുകൂടി വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെൺമക്കളെയും നിങ്ങൾ തലാഖ് കൊല്ലണമെന്നുള്ള നിർബന്ധം പിടിച്ചു. അങ്ങനെ ഉത്ബയും ഉത്തൈബയും നബി തങ്ങളുടെ 2 പെൺമക്കളെയും തലാഖ് കൊല്ലി. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിക്കാനാണ് ഇത് ചെയ്തതെങ്കിലും അള്ളാഹു നബി തങ്ങളുടെ 2 മക്കളെ ആ വൃത്തികെട്ട കുടുംബത്തിലേക്ക് പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയായിരുന്നു, പരിശുദ്ധപ്പെടുത്തുകയായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നോക്കി കാണുന്ന മറ്റൊരാളുണ്ടായിരുന്നു. അയാൾ വലിയ ആവേശത്തോടുകൂടി ഈ അവസരത്തെ മുതലാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ഓടി വന്ന് ഒരു വിവാഹാലോചന നടത്തി. നബിയെ, അങ്ങയുടെ മകൾ ഇപ്പൊ തലാഖ് കൊല്ലപ്പെട്ടിരിക്കുകയാണല്ലോ, എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആരായിരുന്നു അത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകത, അന്ന് ഖുറൈശികളുടെ കൂട്ടത്തിൽ അത്യാവശ്യം സൗന്ദര്യത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നല്ല മുഖപ്രസന്നതയും വശ്യമായ ചിരിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മഹാനായിരുന്നു. ഭാര്യയായിട്ട് ആരാ വരുന്നത്? റുഖയ്യ ബീബി റളിയല്ലാഹു അൻഹ. റുഖയ്യ ബീവിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ആരവര്? ഇസാബ എന്ന് പറഞ്ഞ ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ ഒരു ഗ്രന്ഥമുണ്ട്, സഹാബാക്കളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥം. അതിൽ റുഖയ്യ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ റുഖയ്യ ബിന്തു സയ്യിദുൽ ബശർ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അൽ ഹാഷിമിയ്യ എന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു നിസ്ബ തന്നെ, ആ ഒരു ചേർക്കലിന്റെ മതി അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കണം, അല്ലെ? ബിന്തു സയ്യിദുൽ ബശർ, മനുഷ്യരുടെ നേതാവിന്റെ മകൾ, അല്ലെ? അതന്നെ മതി അവരുടെ ഫളൽ. അപ്പൊ റസൂലുള്ളാഹിയെ കാട്ടി മുഞ്ചുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ ചെറിയ മുഞ്ചെങ്കിലും ഈ മകൾക്ക് കിട്ടിയിട്ടുണ്ടാവണല്ലോ. അപ്പൊ റുഖയ്യ റളിയല്ലാഹു അൻഹയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ റുഖയ്യ റളിയല്ലാഹു അൻഹയെ ഈ വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കി അയക്കുന്നത് ഉമ്മ ഖദീജ ബീവിയാണ്. അപ്പൊ അവർ രണ്ടുപേരും പുതിയാപ്പിളയും പുതിയ പെണ്ണും ആദ്യ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ആ രംഗം കണ്ടിട്ട്, രണ്ടുപേരുടെ ആ സൗന്ദര്യം കണ്ടിട്ട് അന്നത്തെ അറബികൾ ഇങ്ങനെ പറയുമായിരുന്നു, ഒരു പഴഞ്ചൊല്ല് പോലെ, അഹ്സനു സൗജൈനി റഅഹുമ ഇൻസാനു റുഖയ്യത്തുൻ വസൗജുഹാ ഉസ്മാൻ എന്നൊരു പദ്യം പോലെ അവരിങ്ങനെ പറയുമായിരുന്നു. അതായത് മനുഷ്യൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരമായ കപ്പിള് അല്ലെങ്കിൽ ദമ്പതികൾ അത് റുഖയ്യയും ഭർത്താവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായിരുന്നു എന്ന് അറബികൾ പറയുമായിരുന്നു. ഒരിക്കൽ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാം, അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത്, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഉസ്മാൻ ബിസഹ്ഫത്തിൻ ഫീഹാ ലഹ്മുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഒരു പാത്രം ഇറച്ചിയായിട്ട് അയച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫദഖൽതു അലൈഹി, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശിച്ചപ്പം റുഖയ്യ ബീബി തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയാ, ഫമാ റഅയ്തു അഹ്സന മിൻഹുമ, അവരെക്കാൾ മൊഞ്ചുള്ള 2 പേരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേയില്ല. ഫജഅൽതു മർറതൻ അൻദുറു ഇലാ റുഖയ്യ വമർറതൻ അൻദുറു ഇലാ ഉസ്മാന റളിയല്ലാഹു അൻഹുമ. ഞാനിങ്ങനെ ആദ്യം കുറച്ചു നേരം ഇങ്ങനെ റുഖയ്യ ബീവിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കും, പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കും, മാറി മാറി ഇങ്ങനെ നോക്കും, ആ മുഞ്ചുകൊണ്ട് ആ ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ ലേറ്റ് ആയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് തിരിച്ചെത്തി. അപ്പൊ അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, അദഖൽത അലൈഹിമ, നീ അവരുടെ അടുക്കൽ വീട്ടിന്റെ അകത്ത് പ്രവേശിച്ചോ? ഖുൽതു നഅം നബിയെ, ഞാൻ പ്രവേശിച്ചു. അപ്പൊ നബി എന്നോട് ചോദിക്കുക, ഫഹൽ റഅയ്ത സൗജൻ അഹ്സന മിൻഹുമ, സുബ്ഹാനല്ലാഹ്, നീ അവരെക്കാൾ മൊഞ്ചുള്ള ഭംഗിയുള്ള വേറെ ഏതെങ്കിലും കപ്പിളിനെ, ദമ്പതികളെ കണ്ടിട്ടുണ്ടോ ഉസാമ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, അങ്ങയുടെ മകളെയും മരുമകനേക്കാളും മുഞ്ചുള്ള ഭംഗിയുള്ള വേറെ ആരെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നബിയെ. ഞാൻ അവരുടെ 2 പേരുടെ മുഖത്ത് ഇങ്ങനെ മാറി മാറി നോക്കിയിരുന്നു, അതാ ഞാൻ ലേറ്റ് ആയത് എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണെങ്കിലും നേതാവിന്റെ മകളും മരുമകനും ആണെങ്കിലും ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡനം ഏൽക്കേണ്ടി വന്നപ്പോൾ ഇവരെ ആരും ഒഴിവാക്കിയില്ല, ഇവർക്കും പീഡനം ഏൽക്കേണ്ടി വന്നു, ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. അദ്ദേഹത്തെ നമ്മൾ ഈ ചൂടിപ്പായ എന്നൊക്കെ പറയുന്നില്ല, അതുപോലത്തെ ഒരു പായൽ കെട്ടിയിട്ടിട്ട് തീ കത്തിക്കുമായിരുന്നു ചുറ്റും. അദ്ദേഹത്തിന്റെ ഒരു കൊച്ചാപ്പ തന്നെയായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. ഭയങ്കര പീഡനങ്ങൾ സഹിച്ചു. അവരെ അവസാനം പീഡനങ്ങൾ സഹിക്ക വയ്യാതെ കുറച്ച് സഹാബാക്കൾ അബിസീനയിലേക്ക് പലായനം ചെയ്തപ്പം അവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? നബിയുടെ ഈ മകളും ഭർത്താവും ഉണ്ടായിരുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം തന്റെ ഭാര്യയുമായിട്ട് കുടുംബവുമായിട്ട് ആദ്യം ഹിജ്റ ചെയ്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ ബീബിയോ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളിൽ നിന്ന് തന്റെ ഭാര്യയുടെ കൂടെ ആദ്യമായിട്ട് ഹിജ്റ ചെയ്യുന്നത് ആദ്യത്തെ ദമ്പതികൾ ഇവർ 2 പേരും.